നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്നും 19,70,000 രൂപ പിടിച്ച സംഭവത്തിൽ കുളപ്പുള്ളി സ്വദേശിയുടെ വീട്ടിൽ പരിശോധന. കുളപ്പുള്ളി സ്വദേശി CC ജയന്റെ വീട്ടിലാണ് ആദായനികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ചെറുതുരുത്തിയിൽ പിടികൂടിയത് CPM-ന് വേണ്ടി ചെറുതുരുത്തിയിൽ എത്തിച്ച പണമെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ജനവിധിക്കായി ഒരുങ്ങി ചേലക്കര നിയോജക മണ്ഡലം. പോളിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശുഭപ്രതീക്ഷയിൽ മുന്നണികൾ. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങും. വോട്ടെണ്ണൽ 23-ന്. സീപ്ലെയിൻ വിഷയത്തിൽ CPM-ൽ 2 അഭിപ്രായമില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. LDF-ന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിനാണെന്നും UDF-ന്റേത് തൊഴിലാളി വിരുദ്ധ സീപ്ലെയിനാണെന്നും മന്ത്രി. സീപ്ലെയിൻ ഡാമിൽ ഇറക്കുന്നതിന് തൊഴിലാളി സംഘടനകൾ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും എതിർപ്പുള്ളത് കായലിൽ ഇറക്കുന്നതിനാണെന്നും വ്യക്തമാക്കി മുഹമ്മദ് റിയാസ്. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി വഖഫ് ബോർഡ്. വഖഫ് ബോർഡിന്റെ നിർദ്ദേശം മേഖലയിലെ 10 ഏക്കറോളം വരുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ. വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് BJP. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ സംസ്ഥാന സുന്നി മഹൽ ഫെഡറേഷന്റെയും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നവംബർ 14-ന് ഒറ്റപ്പാലത്ത് പ്രതിഷേധ ധർണ. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മഴവെള്ള സംഭരണിയിൽ അനിമൽ കീപ്പറായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കൈനൂർ സ്വദേശി 26 വയസ്സുള്ള അമൽരാജ്. ദേശീയപാതയിൽ തൃശൂർ എടമുട്ടത്ത് വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശിയായ യുവാവ് മരിച്ചു. മരിച്ചത് മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണ. മങ്കരയിൽ വാഹനാപകടത്തിൽ കോട്ടായി സ്വദേശിയായ കാൽനടയാത്രക്കാരൻ മരിച്ചു. കോട്ടായി ചെറുകുളം വീട്ടിൽ വേലായുധനാണ് മരിച്ചത്. വഖഫ് വിഷയത്തിലും SDPI PDP പിന്തുണയുടെ കാര്യത്തിലും UDF LDF കക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പാലക്കാട് നഗരത്തിന് ഗുണകരമായ പദ്ധതികൾ ലഭിച്ചത് മോദി സർക്കാരിന്റെ കാലത്ത്. പാലക്കാട് നഗരസഭയിൽ BJP നടപ്പിലാക്കിയ പദ്ധതികൾ വോട്ടായി മാറുമെന്നും C കൃഷ്ണകുമാർ. പട്ടാമ്പി നിളയോര പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. 2ാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപ ചെലവിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മുഹമ്മദ് മൂസിൻ MLA സ്ഥലം സന്ദർശിച്ച പ്രവൃത്തികൾ വിലയിരുത്തി. വാർത്തകൾ വിശദമായി. ചെറുതുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 19,70,000 രൂപ പിടികൂടിയ സംഭവത്തിൽ കുളപ്പുള്ളി സ്വദേശിയായ CC ജയന്റെ വീട്ടിൽ പരിശോധന. ആദായനികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പണമെന്ന് സ്ഥിരീകരിക്കുന്ന പുതിയ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രാഥമിക നിഗമനം. SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് CC ജയന്റെ കുളപ്പുള്ളിയിലെ വീട്ടിലാണ് ആദായനികുതി വകുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയത്. നേരത്തെ ചെറുതുരുത്തി കലാമണ്ഡലത്തിനു സമീപം തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ വാഹന പരിശോധനയ്ക്കിടെ CC ജയന്റെ കാറിൽ നിന്നും 19,70,000 രൂപ പിടികൂടിയിരുന്നു. പുതിയ വീടിന്റെ നിർമ്മാണാവശ്യങ്ങൾക്കായി ടൈലെടുക്കാനായി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു എന്നതായിരുന്നു പോലീസിനോട് CC ജയൻ നൽകിയ മൊഴി. ഇതേ തുടർന്നാണ് ഷൊർണൂർ പോലീസും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും കുളപ്പുള്ളിയിലെ CC ജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആകെ 25 ലക്ഷം രൂപ കാനറ ബാങ്കിൽ നിന്നും പിൻവലിച്ചതായാണ് ചോദ്യം ചെയ്യലിനിടെ ജയൻ പോലീസിനോട് പറഞ്ഞത്. ഇതിൽ 19,70,000 രൂപയാണ് കാറിൽ നിന്നും കണ്ടെത്തിയത്. ബാക്കിയുള്ള 5 ലക്ഷം രൂപ വീട്ടിൽ നിന്നും കണ്ടെത്തി. പണം കണ്ടെത്തിയത് ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നായതിനാൽ പോലീസിന് പണം നിയമപരമായി സീസ് ചെയ്യാനും സാധിക്കില്ല. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പണമെന്ന് സ്ഥിരീകരിക്കുന്ന പുതിയ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ വീടിന്റെ നിർമ്മാണ സാധനങ്ങൾ വാങ്ങാൻ പോവുകയായിരുന്നുവെന്ന CC ജയന്റെ മൊഴി തെറ്റാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഡ്രൈവറെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ചേർത്തലയ്ക്കാണ് പോകുന്നതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഇരുവരുടെയും മൊഴിയിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ചേലക്കരയിലെ ചെറുതുരുത്തിയിൽ നിന്നും പിടികൂടിയത് CPM-ന്റെ പണമെന്ന് ആരോപണവുമായി കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അനിൽ അക്കര. ഇതിനു പിന്നിൽ നേരിട്ട് ഇടപെടുന്ന പ്രധാനപ്പെട്ടയാൾ ഷൊർണൂർ നഗരസഭ മുൻ ചെയർമാൻ MR മുരളിയാണെന്നാണ് തനിക്ക് ലഭിച്ച രഹസ്യ വിവരമെന്നും അനിൽ അക്കര വടക്കാഞ്ചേരിയിൽ പറഞ്ഞു. ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കുളപ്പുള്ളി സ്വദേശിയായ ജയൻ ഇപ്പോൾ കരിവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോഴി സതീശിൻ്റെയും വടക്കാഞ്ചേരി കൗൺസിലറായ അരവിന്ദാസിൻ്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും
മുൻ LDF കൺവീനറുമായ ശ്രീ EP ജയരാജന്റെ കൂടി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഷൊർണൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ MR മുരളിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ പാലക്കാട് അസംബ്ലിയിലും ചേലക്കര അസംബ്ലിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്നത് ഷൊർണൂരിലെ മുൻ നഗരസഭാ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ MR മുരളിയാണ് ഈ പണം വിതരണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളതും കൈകാര്യം ചെയ്തതും MR മുരളിയുടെ നേതൃത്വത്തിലാണ്. പണം കൊണ്ടുവന്നത് ചേലക്കരയിലെ പട്ടികജാതി കോളനികളിൽ വിതരണം ചെയ്യാനാണ്. കരുവന്നൂർ കേസിലെ പ്രതികളുടെ ഉറ്റ ചങ്ങാതിയാണ് ജയൻ. ചേലക്കരയിലെ കോളനികളിൽ CPM പണവും മദ്യവും ഒഴുക്കുകയാണ്. ചെറുതുരുത്തിയിലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന് ഒരു മന്ത്രിയുടെ സുഹൃത്ത് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയാണ് CPMന്റെ ഫണ്ട് മുഴുവൻ ശേഖരിക്കുന്നതെന്നും അനിലക്കരെ പറഞ്ഞു. പണം എത്തിക്കുന്നത് CPM ഏറെ സ്വാധീനമുള്ള വെള്ളത്തോണകർ പഞ്ചായത്തിലാണ്. ഈ വെള്ളത്തോണകർ പഞ്ചായത്തിലാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നത്. ഇതിനകത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വീട് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബാക്കിലാണ്. ഇവിടേക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ 1/4 കോടി രൂപയും 1/2 കോടി രൂപയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ 500ഓളം പട്ടികജാതി കോളനികളുണ്ട്. ഓരോ പട്ടികജാതി കോളനിയിലും ഓരോ ലക്ഷം രൂപ കണക്കാക്കി 500 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. വീട് നിർമ്മാണത്തിന് ടൈൽസ് വാങ്ങാനാണ് പണമെന്നാണ് ജയൻ പോലീസിനോട് പറഞ്ഞത്. താൻ അന്വേഷിച്ചപ്പോൾ ജയൻ പണിയുന്നത് 2500 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഇതിന് 25 ലക്ഷം രൂപയുടെ ടൈൽസ് ആവശ്യമുണ്ടോ എന്നും അനിലക്കര ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജം. മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തു. സ്വീകരണ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ സാന്നിധ്യത്തിലാണ് പോളിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന 180 ബൂത്തുകളിലേക്കുമുള്ള ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്തു തുടങ്ങിയത്. ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ MA ആശ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TP കിഷോർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്തത്. ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി സ്ഥിതിഗതികൾ വിലയിരുത്താനായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സ്വീകരണ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് GPS ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിച്ചു. യാത്രാവേളയിൽ പോലീസും സെക്ടറൽ ഓഫീസറും അനുഗമിച്ചു. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ വിപുലമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. 13-ാം തീയതി വോട്ടെടുപ്പിനു ശേഷം യന്ത്രങ്ങൾ ചെറുതുരുത്തി സ്കൂളിൽ തിരിച്ചെത്തിക്കും. തുടർന്ന് സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ പൂട്ടിവെക്കും. 23-ാം തീയതി വോട്ടെണ്ണൽ നടക്കുന്നതും ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ്. ചേലക്കര നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമായെന്നും ബുധനാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് നടക്കുക. പോളിംഗിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജനവിധിക്കായി ഒരുങ്ങി ചേലക്കര നിയോജക മണ്ഡലം. പോളിംഗിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. ചൊവ്വാഴ്ച നിശബ്ദ പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ ഇല്ലെന്ന് പറയാം. ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന് പുറകിൽ 96 മുതൽ ഇടത് സ്ഥാനാർത്ഥികളെ മാത്രം തുണച്ച മണ്ഡലമെന്ന ഖ്യാതി തന്നെയാണ്. 1996 മുതൽ K രാധാകൃഷ്ണൻ തുടർച്ചയായി മത്സരിച്ചുവന്ന മണ്ഡലം 2016 UR പ്രദീപിനായി മാറി നിന്നപ്പോഴും മണ്ഡലം CPMനെ കൈവിട്ടില്ല. അന്ന് 10,000-ലധികം ഭൂരിപക്ഷത്തിനാണ് UR പ്രദീപ് വിജയിച്ചു കയറിയത്. 2021 വീണ്ടും മത്സരിച്ച K രാധാകൃഷ്ണൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മന്ത്രിയുമായി. സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മുഖത്തു കണ്ടുവരാറുള്ള ധാർഷ്ട്യമില്ല എന്നതാണ് UR പ്രദീപിനെ വ്യത്യസ്തനാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പോലും UDF ഭൂരിപക്ഷം 5000-ൽ ഒതുക്കുന്നത് UR പ്രദീപ് എന്ന സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ വ്യക്തിപ്രഭാവം തന്നെയാണ്. എന്നാൽ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി എത്തിയതോടെ UDF പ്രചരണ രംഗവും ആവേശത്തിലുയർന്നു. മുൻപ് മത്സരിച്ചപ്പോഴുള്ള രമ്യയുടെ പ്രകടനം തന്നെയാണ് അതിന് പിന്നിലും. 2019 ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച രമ്യ ഹരിദാസിന് അന്ന് 25,000-ലധികം ഭൂരിപക്ഷമാണ് ചേലക്കര സമ്മാനിച്ചത്. 2024 രമ്യക്കെതിരെ 5000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച K രാധാകൃഷ്ണന് നേടാനായത്.
സ്വന്തം ബൂത്തിൽ പോലും രമ്യേക്കാൾ കെ രാധാകൃഷ്ണൻ പുറകിലേക്കും പോയി. ഈ കണക്കുകൾ തന്നെയാണ് UDFന് വീര്യം പകരുന്നതും. BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉയർത്തുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. ചേലക്കരയുടെ ജനവിധിക്കായി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സീപ്ലെയിൻ വിഷയത്തിൽ CPMൽ രണ്ട് അഭിപ്രായം ഇല്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കായലിൽ ഇറക്കുന്നതിനാണ് എതിർപ്പ്. ഇത് ഡാമിലാണ് ഇറക്കുന്നത്. LDFന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിൻ ആണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പാലക്കാട്ട് പറഞ്ഞു. UDFന്റേത് തൊഴിലാളി വിരുദ്ധ സീപ്ലെയിനാണ്. ഡാമിൽ ഇറക്കുന്നതിന് ഒരു തൊഴിലാളി സംഘടനയും എതിർപ്പ് അറിയിച്ചിട്ടില്ല. കായലിൽ ഇറക്കുന്നത് വരുമ്പോൾ അക്കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളി സംഘടനാ നേതാക്കൾ പറഞ്ഞത് തൊഴിലാളികളുടെ വികാരം, അത് തീർത്തും ശരിയാണ്. UDF ഗ്രൂപ്പ് കളിച്ച് തമ്മിലടിച്ച് പദ്ധതി കുളമാക്കുകയായിരുന്നു. ഭരണം കിട്ടുമ്പോൾ ഒന്നും ചെയ്യാതെ തമ്മിലടിച്ചിട്ട് ഇപ്പോൾ കൂട്ടക്കരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഞാൻ ഇന്നലെ വിശദമായി സംസാരിച്ചത് കായലിൽ സീപ്ലെയിൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇത് ഡാമിലാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്. എയർപോർട്ടും ഡാമും കേന്ദ്രീകരിച്ചാണ്. ഇനി കായലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം എടുത്ത് ഇത് മാത്രമേ നടപ്പിലാക്കൂ. മുമ്പത്തെ സീപ്ലെയിൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീപ്ലെയിനായി UDFന്റെ സീപ്ലെയിൻ. LDFന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിനാണ്. ഡാമിൽ സീപ്ലെയിൻ ഇന്നലെ വളരെ നല്ല നിലയിൽ ഇറങ്ങി. ഡാമുകളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു തൊഴിലാളി സംഘടന ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്താണ് അത് പരിശോധിച്ചത്. വ്യോമയാന നയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകി. മേഖലയിലെ 10 ഏക്കറോളം വരുന്ന ഭൂമിയാണ് തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചാവക്കാട് മണത്തല, ഒരുമനയൂർ, ഒറ്റത്തെങ്ങ് കിഴക്ക്, JK മാർബിളിന് പടിഞ്ഞാറ്, തങ്ങൾപ്പടി, പാലയൂർ, ചക്കങ്കണ്ടം തുടങ്ങിയ മേഖലകളിലെ 10 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് നൽകിയത്. പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തി കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ വീട്ടുകാർക്കുൾപ്പെടെയാണ് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ കോട്ടമ്മൽ ബാലകൃഷ്ണൻ, നീലങ്കാവിൽ ഫ്രാൻസിസ്, മരക്കാർ ഇബ്രാഹിം, ചെട്ടിക്കുളം രാമു, മൂത്തേടത്ത് ബാഹുലയൻ തുടങ്ങിയവർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും BJP പ്രാദേശിക നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ പ്രതിഷേധ ധർണ നവംബർ 14 ഒറ്റപ്പാലത്ത് നടക്കും. സംസ്ഥാന സുന്നി മഹല്ല് ഫെഡറേഷനും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത്. നവംബർ 14 നടക്കുന്ന പ്രതിഷേധ ധർണയിലും നവംബർ 30 തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിലും സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും മുഴുവൻ നേതാക്കളും സഹപ്രവർത്തകരും മഹൽ പ്രതിനിധികളും മദ്രസ ഭാരവാഹികളും പങ്കെടുത്ത പ്രക്ഷോഭ പരിപാടികൾ വിജയിക്കണമെന്ന് MSFന്റെയും SMFന്റെയും SKMMAയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ അഭ്യർത്ഥിച്ചു. നിലവിലുള്ള വഖഫ് നിയമത്തിന്റെ ഇല്ലാത്ത ഭീകരത ചൂണ്ടിക്കാണിച്ച് പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ട് മുസ്ലിം സമുദായത്തെയും വഖഫ് നിയമത്തെയും ശത്രുപക്ഷത്ത് നിർത്തി വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് തൽപര കക്ഷികൾ ശ്രമിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലുള്ള മദ്രസകൾ അടച്ചുപൂട്ടണമെന്നും ആ മദ്രസകളെ ഗവൺമെന്റുകൾ നൽകുന്ന ഗ്രാന്റും അതുപോലെ തന്നെയുള്ള ശമ്പളം ഉൾപ്പെടെ കൊടുക്കുന്നത് നിർത്തിവെക്കണമെന്നും ഈ വിദ്യാഭ്യാസ മദ്രസ ബോർഡുകളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ. അതിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് കഴിഞ്ഞ ദിവസം മദ്രസകളെ നടപ്പിലാക്കേണ്ടത് തന്നെയാണെന്നും അത് മൗലികമായ വിദ്യാഭ്യാസ അവകാശത്തിന് അത് അനുപേക്ഷണീയമാണെന്നും സുപ്രീം കോടതി വിധിക്കുകയുണ്ടായിരുന്നു. മറിച്ച് വഖഫ് ഭേദഗതി നിയമം ഏകദേശം 40ഓളം വഖഫ് ഭേദഗതികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K മുഹമ്മദ് അലി മാസ്റ്റർ, ഹമീദ് ഹാജി, A സയ്യിദ്, V യൂസഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബിജെപിയും കോൺഗ്രസും വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായി സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു. കള്ളവോട്ട് ചേർക്കലിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായും സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 1000-ലധികം വോട്ടുകളാണ് ബിജെപിയും കോൺഗ്രസും അനധികൃതമായി ചേർത്തിരിക്കുന്നത്. കണ്ണാടി പഞ്ചായത്തിലെ 139-ാം നമ്പർ ബൂത്തിൽ നിരവധി വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ താമസിക്കുന്നവരെ പോലും വോട്ടാക്കി മാറ്റാനാണ് നീക്കം. സ്ഥലത്തില്ലാത്തവരും മരണപ്പെട്ടവരും അനധികൃതമായി വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കള്ളവോട്ട് ചേർത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ സിപിഎം ശക്തമായി പ്രതിഷേധിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട് പറഞ്ഞു. വളരെ പ്രീ പ്ലാനോടുകൂടി വ്യാജ വോട്ടർമാരെ ഈ മണ്ഡലത്തിൽ UDF-ഉം BJP-യും ചേർത്തിയിരിക്കുന്നു. അത് നല്ലതുപോലെ പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് CPM-ന്റെ ആവശ്യം. അല്ല, അങ്ങനെയുള്ളവരെ വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതും പറയാം. വോട്ട് ചെയ്യാൻ പാടുള്ളതല്ല, അത് അനധികൃതമായി ഇവിടെ വ്യാജ വോട്ടർ ചേർത്തിയവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യരുത് എന്ന് ഒരു പ്രഖ്യാപനമെങ്കിലും നിയമപരമായി നടത്തട്ടെ. ന്യൂസ് ബ്യൂറോ പാലക്കാട്. സിപിഎമ്മിന്റെ കള്ളവോട്ട് ചേർക്കൽ ആരോപണം പരാജയം സമ്മതിക്കലാണെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. കള്ളവോട്ട് ചേർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ശൈലി CPM-ന്റേതാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച BLO-മാരും മറ്റ് ഉദ്യോഗസ്ഥരും കറകളഞ്ഞ CPM-കാരാണെന്നിരിക്കെ ഇവരൊക്കെ പരിശോധന നടത്തിയതിനു ശേഷമുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം രാഷ്ട്രീയ ഗതികേടാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കർണാടകയിൽ സ്വാഭാവികമായിട്ട് ഇത്തരം വോട്ടുകൾ ചേർത്തിയിരിക്കുന്നത് സിപിഎം ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. BJP പ്രവർത്തകരാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുമല്ലോ. BLO-മാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് അത് സംബന്ധിച്ച് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ആശങ്കയില്ല. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ സ്ഥലത്തുള്ള ആളുകളാണ്, അവർ സ്വമേധയാ ചേർന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 2ാം സ്ഥാനത്തുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള പ്രദേശം. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വളഞ്ഞ വഴികളിൽ നിന്ന് ആവശ്യമില്ല. അതായത് കള്ളവോട്ട് ചേർക്കൽ BJP-യുടെ രീതിയല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത്തരം കള്ളവോട്ട് ചേർത്താതെ തന്നെ ജയിക്കാനുള്ള സംഘടനാ ശക്തിയും ജനകീയ അടിത്തറയും ഞങ്ങൾക്കുണ്ട്. കുന്നംകുളം കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്നും സ്വർണം കവർന്നു. 8 പവൻ സ്വർണമാണ് കവർന്നത്. മോതിരം വാങ്ങാൻ എന്ന വ്യാജേന എത്തിയ ഇതര സംസ്ഥാനക്കാർ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിലെ പോൾ ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം കവർന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 2:30-ഓടെയാണ് 2 ഇതര സംസ്ഥാനക്കാർ ജ്വല്ലറിയിലേക്ക് കുട്ടികളുടെ മോതിരം ആവശ്യപ്പെട്ട് വന്നത്. തുടർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരൻ മോതിരങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനിടെ ജീവനക്കാരൻ അറിയാതെ സമീപത്ത് വെച്ചിരുന്ന ഏലസുകളും കമ്മലുകളും അടങ്ങിയ പെട്ടി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇടുകയായിരുന്നു. രാത്രി കടയടയ്ക്കുന്നതിന് മുന്നോടിയായി സ്റ്റോക്ക് എടുക്കുന്നതിനിടെയാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇതര സംസ്ഥാനക്കാർ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ എടമുട്ടത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കാറിൽ യാത്ര ചെയ്തിരുന്ന മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണയാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസ്സും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചാണ് നിന്നത്. കാർ ഓടിച്ചിരുന്നത് ശരൺ കൃഷ്ണയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ചന്ദ്രാപ്പിന്നി മിറാക്കിൾ ആംബുലൻസ് പ്രവർത്തകർ ഇവരെ വലപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശരൺ കൃഷ്ണയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ.
മങ്കരയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കോട്ടായി ചെറുകുളം പുളിക്കൽ വീട്ടിൽ 68 വയസ്സുള്ള വേലായുധനാണ് മരിച്ചത്. മങ്കര സിനിമാ തിയേറ്ററിന് സമീപത്താണ് അപകടം നടന്നത്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മഴവെള്ള സംഭരണിയിൽ അനിമൽ കീപ്പറായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈനൂർ സ്വദേശി 26 വയസ്സുള്ള അമൽ രാജാണ് മരിച്ചത്. തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ അമലിനെ ജോലി കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ തിരികെ എത്താത്തതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലിലാണ് 20 അടിയോളം താഴ്ചയുള്ള മഴവെള്ള സംഭരണിയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. കലോത്സവ നഗരിയും പാചകപ്പുരയും സന്ദർശിച്ച് ജനപ്രതിനിധികൾ. എടപ്പലത്തെ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയാണ് മുഹമ്മദ് മൂസിൻ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സന്ദർശിച്ചത്. കലയുടെ സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ നഗരി സന്ദർശിക്കാനാണ് ജനപ്രതിനിധികൾ എത്തിയത്. മുഹമ്മദ് മൂസിൻ MLA, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പ്രസിഡന്റുമാരായ ബേബി ഗിരിജ, ആനന്ദവല്ലി എന്നിവരാണ് മേള സന്ദർശിച്ചത്. ആദ്യം പാചകപ്പുര സന്ദർശിച്ച ജനപ്രതിനിധികൾ പിന്നീട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. തുടർന്ന് ചില ജനപ്രതിനിധികളുടെ ഗാനാലാപനവും. ഇതിനുശേഷം കലോത്സവ നഗരിയിലെ ഓരോ വേദികളും ജനപ്രതിനിധികൾ സന്ദർശിച്ചു. ഒപ്പം സംഘാടകരുമുണ്ടായിരുന്നു. സംഘാടന മികവ് കൊണ്ട് കലോത്സവം നല്ല രീതിയിൽ നടന്നുവരുന്നുവെന്നാണ് ജനപ്രതിനിധികളുടെ വിലയിരുത്തൽ. മത്സരങ്ങൾ ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു ഉത്സവമാക്കി ഏറ്റെടുക്കുക എന്നതാണ് കുട്ടികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിക്കാനുള്ളതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഇതുവരെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ സംഘാടന മികവ് വളരെ നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇപ്പോൾ ഭക്ഷണം നല്ല ഗംഭീരമായ സിമ്പിളാണ്, വളരെ നല്ല ഭക്ഷണമാണ്. 2000-ലധികം വരുന്ന ആളുകൾക്കാണ് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നത്. വിവിധ പരിപാടികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വളരെ നല്ല പരിപാടികളാണ് നടക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മത്സരങ്ങളാണ് സ്കൂൾ കലോത്സവങ്ങളിൽ നടക്കേണ്ടത്. രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത് ഇതൊരു ഉത്സവമാക്കിയിട്ട് ഏറ്റെടുക്കുക. അല്പനേരം കൗമാര പ്രതിഭകളുടെ മത്സരങ്ങൾ ആസ്വദിച്ച ശേഷമാണ് ജനപ്രതിനിധികൾ കലോത്സവ നഗരിയിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കലാമാമാങ്കത്തിന്റെ ആവേശമുയർത്തി പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. എടപ്പലം PTM യതീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം DDE P സുനിജ നിർവഹിച്ചു. ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീനാർ ചന്ദ്രൻ മുഖ്യാതിഥിയായി. സ്കൂൾ PTA പ്രസിഡന്റ് ശശി കുപ്പൂത്ത് അധ്യക്ഷനായി. AEO RP ബാബുരാജ്, സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് ചങ്ങണക്കാട്ടിൽ, DPC K ജയപ്രകാശ്, പട്ടാമ്പി BPC VP മനോജ്, N അക്ബർ അലി, VP ഹമീദ്, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വെള്ളിയാഴ്ച വരെ മേള നീണ്ടു നിൽക്കും. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി 8000-ഓളം കലാപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. 15-ന് നടക്കുന്ന സമാപന സമ്മേളനം ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ KSA അനീഷ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം വല്ലപ്പുഴയിൽ പുരോഗമിക്കുന്നു. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം സംവിധായകൻ രാജീവ് പിള്ളത്ത് നിർവഹിച്ചു. വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നത്. മേളയുടെ 2ാം ദിനത്തിൽ 11 വേദികളിലായി മത്സരങ്ങൾ നടന്നു. കൽപ്പന ലംഘിച്ചാൽ ഉത്തരവ് പ്രഭു. അയാൾ കൊട്ടാരം വിട്ടിറങ്ങി. ആകെ പരിവശനായാണ് ബിശ്വാസ് വീട്ടിലെത്തിയത്. ചക്കൂർ ബിശ്വാസിന് മുന്നിൽ എത്തിപ്പെട്ടു. എന്തു പറ്റി? അല്ലാഹു അല്ലാ യാ റബ്ബി യാ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ് യാ റഹീം യാ കരീം യാ ഹദിയാ. മോഹിനിയാട്ടം, കേരള നടനം, മാർഗംകളി, ഒപ്പന, ദഫ്മുട്ട്, അർബനമുട്ട് തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. രാവിലെ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം സംവിധായകൻ രാജീവ് പിള്ളത്ത് നിർവഹിച്ചു. AU ബിന്ദു, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലയിലെ 78 വിദ്യാലയങ്ങളിൽ നിന്നായി 5000-ൽ പരം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. കലോത്സവം 14-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. റെയിൽവേ സംഘടനാ ഹിതപരിശോധനയിൽ DRUവിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രചരണം നടന്നു. റെയിൽവേയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ DRUവിനെ അംഗീകൃത സംഘടനയായി തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രചാരണം. നാടിന്റെയും തൊഴിലാളികളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഊർജ്ജം പകരാൻ DRUവിന്റെ ചിഹ്നമായ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി
അംഗീകൃത സംഘടനയായി തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഷൊർണൂരിൽ പ്രചരണം നടത്തിയത്. DRUവിനെ ആദരിക്കുന്ന ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ കാർഡ് കൗൺസിൽ, ഓൾ ഇന്ത്യ റെയിൽവേ അക്കൗണ്ട് സ്റ്റാഫ് അസോസിയേഷൻ, സദേൺ റെയിൽവേ എംപ്ലോയീസ് അസോസിയേഷൻ, ദക്ഷിണ റെയിൽ പെൻഷനേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഷൊർണൂർ PWDI ഓഫീസ്, IIOH ഷെഡ്, പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നേരിൽ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ചു. CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, DREU ഡിവിഷൻ പ്രസിഡന്റ് P രഘുനാഥ്, ബ്രാഞ്ച് പ്രസിഡന്റ് രാജേഷ്, സെക്രട്ടറി കിരൺ, AILRSA ഡിവിഷൻ പ്രസിഡന്റ് VP പ്രദീപ്, വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, AISMA സെക്രട്ടറി മിലൻ മോഹൻ, AIGC ട്രഷറർ KN ദയാനന്ദ്, DRPU ഡിവിഷൻ ഭാരവാഹികളായ സെക്രട്ടറി R മണി, N ലോഹിതാശൻ, MK രാമചന്ദ്രൻ, മോഹൻദാസ്, മുത്തുകൃഷ്ണൻ, മുഹമ്മദ് അലി, കുഞ്ഞൻ, CGS PAP ആർമുഖൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. വഖഫ് വിഷയത്തിലും SDPI PDP പിന്തുണയുടെ കാര്യത്തിലും UDF LDF കക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. നഗരസഭാ പരിധിയിൽ BJP ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് വോട്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അമൃത് പദ്ധതിയിൽ കഴിഞ്ഞ 8 വർഷത്തിനകത്ത് നഗരപരിധിയിൽ 300 കോടിയുടെ വികസനമാണ് BJP ഭരണസമിതി നടത്തിയത്. 2050 വരെയുള്ള പോപ്പുലേഷൻ കണക്കാക്കി നഗരപരിധിയിൽ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം തുടരുകയാണ്. പാലക്കാട് നഗരത്തിന് ഗുണകരമാവുന്ന വികസന പദ്ധതികൾ ലഭിച്ചത് മോദി സർക്കാരിന്റെ കാലത്താണ്. പാലക്കാട്ടെ വികസന മുരടിപ്പിന് MLAയും MPയും കാരണക്കാരാണ്. കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരും 2 ധനകാര്യമന്ത്രിമാരും പാലക്കാട് നിന്നുണ്ടായിട്ടും പാലക്കാട് വികസനം നടന്നില്ല. കഴിഞ്ഞ നെല്ല് സംഭരണത്തിൽ 400 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് നഗരം മറ്റെല്ലാ നഗരങ്ങളിൽ നിന്ന് പരിശോധിച്ചാൽ അറിയാം, പാലക്കാട് നഗരത്തിൽ പുതിയ റോഡുകൾ വളരെ കുറവാണ്. 80ത്തെ മാസ്റ്റർ പ്ലാനിലുള്ളതാണ് പാലക്കാട് നഗരത്തിൽ. അന്നത്തെ മാസ്റ്റർ പ്ലാനിൽ പ്രപ്പോസ് ചെയ്ത ഒരു ബൈപ്പാസ് റോഡും പാലക്കാട് നഗരത്തിൽ പ്രാവർത്തികമായിട്ടില്ല. പാലക്കാടിനെ സംബന്ധിച്ചോളം 2 മുഖ്യമന്ത്രിമാർ ഇവിടെ ഇന്ന് ജയിച്ചു പോയിട്ടുണ്ട്. മലമ്പുഴയിൽ നിന്നായിരിക്കും EK നായനാരും VS അച്യുതാനന്ദനും ജയിച്ചു പോയിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനമാണ് പാലക്കാട് നഗരസഭ. ആ ജില്ലാ ആസ്ഥാനത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം, ആ ജില്ലാ ആസ്ഥാനത്തെ വികസിപ്പിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഇവിടുന്ന് ജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകൾക്കുണ്ട്. 2 ധനകാര്യ വകുപ്പ് മന്ത്രിമാര് പാലക്കാട് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് T ശിവദാസ് മേനോൻ, അദ്ദേഹം മലമ്പുഴയിൽ നിന്നാണ് ജയിച്ചെങ്കിൽ വിക്ടോറിയ കോളേജിന് അടുത്തുള്ള തുറപ്പാളയത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് സ്വന്തം വീട് അവിടെയായിരുന്നു. ശങ്കരനാരായണൻ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. എന്തുകൊണ്ട് പാലക്കാടിന് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഉന്നത സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളുകൾ ജയിച്ചു പോയിട്ടും പാലക്കാട് പുതിയ ഒരു ബൈപ്പാസ് റോഡുകൾ പോലും വന്നിട്ടില്ല? പ്രപ്പോസ് ചെയ്ത ബൈപ്പാസ് റോഡുകളുണ്ട്. നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് മേലാമുറി വരെയുള്ള ബൈപ്പാസ്, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് കോയമ്പത്തൂർ റോഡിലേക്കുള്ള ബൈപ്പാസ്, നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ കോട്ടോട് നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയം ബൈപ്പാസിലേക്കുള്ള ബൈപ്പാസ് റോഡ്, അങ്ങനെ നിരവധി ബൈപ്പാസ് റോഡുകൾ പാലക്കാട് നഗരത്തില് 80ത്തെ മാസ്റ്റർ പ്ലാനിന്റെ പുതിയ മാസ്റ്റർ പ്ലാനിന്റെ പ്രപ്പോസ് ചെയ്ത ബൈപ്പാസ് റോഡ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ഉപജില്ലാ കലോത്സവത്തിന് മലമ്പുഴ GBHSൽ തുടക്കമായി. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉഷ മാനാട്ട് KS കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ മത്സരങ്ങളിലൂടെ അവർ ഉന്നതി കൈവരിക്കുന്നതിനുമായി നടത്തിവരുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും മഹത്തായ കൗമാര കലോത്സവത്തിനൊന്നായിട്ടാണ് ഈ സ്കൂൾ കലോത്സവത്തെ കാണുന്നത്. അതിന്റെ തുടക്കം മുതൽ ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ മത്സരങ്ങൾ പാലക്കാട് AEO രമേശ് പാറപ്പുറത്ത് അധ്യക്ഷനായി. ഗായകൻ കലാമിത്ര അനിൽകുമാർ മുഖ്യാതിഥിയായി. പാലക്കാട് BPC MR ശിവപ്രസാദ്, സ്കൂൾ ഹെഡ് മിസ്റ്റർ സ്വപ്നകുമാരി, പ്രിൻസിപ്പൽ ഇൻചാർജ് T വിനീത, AEO സൂപ്രണ്ട് S സുരേഷ്, അധ്യാപക സംഘടനാ പ്രതിനിധികളായ V ഗംഗാധരൻ, M കൃഷ്ണദാസ്, AS അബ്ദുൽ സലാം, AJ ശ്രീനി, MK മുബാറക്, ലിൻഡോ വേങ്ങശ്ശേരി, HM ഫോറം കൺവീനർ യൂസഫ് മാസ്റ്റർ, അബ്ദുറഷീദ് KV തുടങ്ങിയവർ സംസാരിച്ചു. 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന കലാപ്രതിഭകൾക്ക് വ്യക്തിഗത ട്രോഫികൾ എന്നത് ഈ വർഷത്തെ സബ് ജില്ലാ കലോത്സവത്തിന് മാറ്റുകൂട്ടുന്നു. കലോത്സവത്തിന്റെ സമാപനം 14-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം പാലക്കാട് ജില്ലാ കലക്ടർ F ചിത്ര AS ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റോഡിനിരുവശവും കാടുമൂടി കാൽനടയാത്ര പോലും പ്രയാസമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാട് വെട്ടി റോഡ് സഞ്ചാരയോഗ്യമാക്കി. മങ്കര പഞ്ചായത്തിലെ 13-ാം വാർഡ് കണ്ണമ്പരിയാരം കൂട്ടപ്പുര റോഡാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കാടുവെട്ടി സഞ്ചാരയോഗ്യമാക്കി. നിരവധി കാൽനടയാത്രക്കാരും ചെറുകിട വാഹനങ്ങളും നിരന്തരം യാത്ര ചെയ്യുന്ന പ്രധാന ഗ്രാമീണ റോഡാണിത്.
റോഡിന്റെ ഇരുവശവും പുല്ലും കാടും ഒരാൾ ഉയരത്തിൽ വളർന്നതോടെ മാസങ്ങളായി കാൽനടയാത്രക്കാർ വലയുകയായിരുന്നു. വാഹനം വന്നാൽ മാറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥാവിശേഷവുമായിരുന്നു. ഇഴജന്തുക്കളുടെ താവളം കൂടിയായി റോഡിന് ഇരുവശവുമുള്ള കാടുകൾ. പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കാട് വെട്ടി യന്ത്രത്തിന്റെ സഹായത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ശുചിത്വ മിഷനിൽ ഉൾപ്പെടുത്തി അടുത്ത റോഡുകൾ എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് മാത്രമേ അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വി.കെ. മുകുന്ദനുണ്ണി, സി.എസ്. സജിൽ, വി.പി. കണ്ണൻ, കെ.എച്ച്. അരുൺ, വി.എച്ച്. ബഷീർ, പി. ഉണ്ണികൃഷ്ണൻ, പി.കെ. സജിൻ, പി.കെ. വിഷ്ണു, പി.എസ്. സച്ചിൻ, എം.എസ്. സ്വാമിനാഥൻ തുടങ്ങിയവരും പ്രവൃത്തിക്ക് നേതൃത്വം നൽകി. ഈ നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പല വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പഞ്ചായത്ത് റോഡിന്റെ ഇരുവശങ്ങളും വെട്ടി വൃത്തിയാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരുടെ മാതൃകാ പ്രവർത്തനത്തെ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച വല്ലപ്പുഴ മുളയൻകാവ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടങ്ങി. റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ച വല്ലപ്പുഴ മുളയൻകാവ് റോഡ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് പൊളിക്കേണ്ടി വന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ചതോടെ റോഡ് പാടെ തകർന്ന അവസ്ഥയിലായി. ഇതിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് ഇപ്പോൾ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടക്കുന്നത്. ജലവിഭവ വകുപ്പിന്റെ 2.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനരുദ്ധാരണം നടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി പാതയിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് മുഹമ്മദ് മോഹസിൻ എം.എൽ.എ. പറഞ്ഞു. എം.എൽ.എയുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. റോഡ് പൊളിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോഡിൻ്റെ റീസ്റ്റോറേഷൻ വർക്കാണ് ഇപ്പോൾ. നേരത്തെ 2 സൈഡും അത്യാവശ്യം റീസ്റ്റോറേഷൻ വർക്ക് നടന്നു. അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ള നിലക്കാണ് BC ഓവർലേ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കുന്നത്. ഇതിൽ കുറച്ച് കോൺക്രീറ്റ്, ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. 1-2 ഭാഗത്ത് ചില അപകടങ്ങൾ പിടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഈ BC ഓവർലേയുടെ ശേഷം അവിടെയൊക്കെ തന്നെ സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കും. അതോടൊപ്പം 1-2 ഭാഗത്ത് പൈപ്പ് ലൈന് ഇപ്പോഴും ചില പൊട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞ് ആ ഭാഗം കൂടി പൂർത്തീകരിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കുന്നതാണ്. വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് N.K. അബ്ദുൽ ലത്തീഫ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നിളയോര പാർക്കിന്റെ പ്രവൃത്തികൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മോഹസിൻ എം.എൽ.എ. പാർക്ക് സന്ദർശിച്ചു. ഭാരതപ്പുഴയോട് ചേർന്നുള്ള പാർക്കിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. എം.എൽ.എ. ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചിലവഴിച്ച് 1ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. 2ാം ഘട്ട പ്രവൃത്തികൾ 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായാണ് മുഹമ്മദ് മോഹസിൻ എം.എൽ.എ. പാർക്ക് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു പാർക്ക് എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. എം.എൽ.എ. ഫണ്ടിൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് 90 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ 2ാം ഘട്ടത്തിന് 50 ലക്ഷം രൂപ രണ്ടാമതായി 2023-24 ഫണ്ടിലും അനുവദിച്ചു. ആ 2 ഘട്ടമായിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, മുനിസിപ്പാലിറ്റി ഈ സ്ഥലം കയ്യേറ്റം ഒഴിപ്പിച്ച് തരികയും അതിൻ്റെ ഭാഗമായി എം.എൽ.എ. ഫണ്ട് വെച്ചുകൊണ്ട് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 2ാം ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോഴാണ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പാർക്ക് എന്നുള്ള നിലക്ക് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഇടമായി മാറുക. ഇതിനായിട്ടും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 2ാം ഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇതിനു പുറമെ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടപ്പാക്കും. എം.എൽ.എക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി, പി. വിജയകുമാർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മാത്തൂരിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു. ചെങ്ങണിയൂർക്കാവ് പ്രദേശത്ത് സംഘടിപ്പിച്ച കുടുംബയോഗം കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MP, DCC പ്രസിഡന്റ് തങ്കപ്പൻ, ബിന്ദു കൃഷ്ണ, കെ. എ. തുളസി, ജി. ശിവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിയംകുളം കോതകുറിശി റോഡിൽ കാറ്റാടിപ്പടിയിൽ രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാകുന്നു. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് സാമൂഹ്യവിരുദ്ധർ ഇവിടെ തള്ളുന്നത്. പ്രദേശവാസികളുടെ പരാതി ഉയർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്തു.
കോതകുശി കാറ്റാടിപ്പടിയിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലാണ് രാത്രികാലങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ ദുർഗന്ധം സഹിക്കവയ്യാതെ പൊറുതിമുട്ടിയപ്പോൾ പ്രദേശവാസികൾ വിഷയം ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് ബോർഡുകളും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ കണ്ണ് വെട്ടിച്ചാണ് വീണ്ടും ഇക്കൂട്ടർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാക്കുന്നത്. കഴിഞ്ഞ ദിവസം അഴുക്കുചാലിൽ കക്കൂസ് മാലിന്യവും തള്ളിയ നിലയിലാണ്. ദുർഗന്ധം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് സംസ്കരിച്ചു. ഇനിയെങ്കിലും സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് കാറ്റാടിപ്പടി പ്രദേശമാണ്. ഇവിടെ വേസ്റ്റുകൾ രാത്രി മറവിൽ കുറച്ച് തള്ളാറ്. അപ്പൊ അതിന് പഞ്ചായത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് പഞ്ചായത്ത് ഇപ്പോൾ നേരെക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും രാത്രി ഇത് കൂടെ തള്ളാണ്. ഇതിനിപ്പോ തള്ളാൻ നിർത്തണം. അതിനെന്താ വെച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല ഏർപ്പെടുത്തിയ എഴുത്തോല KV കാർത്തികേയൻ മാസ്റ്റർ പുരസ്കാരം ഡോക്ടർ P. സുരേഷിന്റെ ജനനിബിഡമെങ്കിലും നിശബ്ദം എന്ന നിരൂപണ ഗ്രന്ഥത്തിന് നവംബർ 14 ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടക്കുന്ന KV കാർത്തികേയൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്ന പുസ്തകത്തിനുള്ള അവാർഡ്. ഡോക്ടർ P. സുരേഷിന്റെ ജനനിബിഡമെങ്കിലും നിശബ്ദം എന്ന പുസ്തകത്തിനാണ് അവാർഡ്. ഇത് നല്ല കവിതകളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ഒരുപാട് കവിതകളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നവംബർ 14 നടക്കുന്ന എഴുത്തോല കവികളുടെ കവിസമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനവും അവാർഡ് വിതരണവും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ആലങ്കോട് ലീലാകൃഷ്ണൻ സംസാരിക്കും. ചിത്രരചനാ വിജയികൾക്കുള്ള സമ്മാനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു വിതരണം ചെയ്യും. റഫറൻസ് ലൈബ്രറി ജനകീയ വായനശാല ഏർപ്പെടുത്തിയ KV കാർത്തികേയൻ മാസ്റ്റർ അനുസ്മരണ പരിപാടി അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് വിതരണത്തോടു കൂടി നവംബർ 14 നടത്തുകയാണ്. ഇതോടനുബന്ധിച്ച് ചിത്രരചന മത്സരം, അതേപോലെ തന്നെ ലൈബ്രറിയുടെ മുഖമാസികയായിട്ടുള്ള എഴുത്തോലയിൽ കൃതികൾ എഴുത്തുകാരുടെ ഒരു ഒത്തുചേരൽ. കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിയാണ് ഡോക്ടർ P. സുരേഷ്. കോഴിക്കോട് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബിരുദവും കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിൽ നിന്ന് MAയും MPhilഉം പൂർത്തിയാക്കി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ ബിരുദം. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് സച്ചിദാനന്ദന്റെ കവിതകളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് PhD ബിരുദവും നേടി. വിവിധ ഭാഷകളിൽ നിന്നായി 200-ലേറെ കവിതകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. സച്ചിദാനന്ദന്റെ സഞ്ചാരപഥങ്ങൾ, മലയാളം, ദേശവും സ്വത്വവും, പുഴയുടെ ഏറ്റവും താഴെയുള്ള കടവ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ്. പുഴയുടെ ഏറ്റവും താഴെയുള്ള കടവെന്ന കൃതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല പ്രസിഡന്റ് E. രാമചന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ NM നാരായണൻ നമ്പൂതിരി, കൺവീനർ IM സതീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൽപ്പാത്തി രഥോത്സവത്തിന്റെ 5ാം തിരുനാൾ ദേവരഥ ദർശന പുണ്യത്തിന്റെ സായുജ്യത്തിൽ അഗ്രഹാരം. 33 കോടി ദേവകളും കണ്ടു തൊഴുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ദിവ്യസംഗമം കൽപ്പാത്തി കണ്ണിറയെ കണ്ടു. നാളെയാണ് കൽപ്പാത്തിയുടെ 1ാം തേരുത്സവം. രഥോത്സവത്തിന്റെ 5ാം തിരുനാൾ ദേവരഥ സംഗമത്തിന്റെ ദർശന പുണ്യത്തിലായിരുന്നു അഗ്രഹാരം. 33 കോടി ദേവകളും കണ്ടുതൊഴുന്ന ആ സംഗമം കൽപ്പാത്തി കണ്ണിറയെ കണ്ടു, മനം നിറയെ തൊഴുതു. ബുധനാഴ്ചയാണ് കൽപ്പാത്തിയുടെ 1ാം തേരുത്സവം.
രഥോത്സവത്തിന് കൊടിയേറി 5ാം തിരുനാളിൽ അർദ്ധരാത്രിയുള്ള ദേവരഥ സംഗമം കണ്ടു തൊഴുന്നത് ശ്രേഷ്ഠവും പുണ്യകരവുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസപ്രഭയിൽ കൽപ്പാത്തി അഗ്രഹാരം ഒന്നാകെ രഥസംഗമത്തിന്റെ ദർശന പുണ്യം തേടി എത്തിയിരുന്നു. ദേവന്മാർ ഭക്തരുടെ സാരഥ്യത്തിൽ പല്ലക്കിലെത്തിയാണ് പുതിയ കൽപ്പാത്തി ഗ്രാമത്തിൽ സംഗമിച്ചത്. ഭക്തിയുടെ കർപ്പൂരാരതികൾ ഒഴിഞ്ഞ് കളഭം ചാർത്തി ഗ്രാമം 5ാം തിരുനാൾ ദേവരഥ സംഗമത്തെ വരവേറ്റു. ദേവരഥ സംഗമത്തിനായി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയെ പുതിയ കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഒപ്പം ഗണപതിയും എഴുന്നള്ളി, ഗോരഥത്തിൽ സുബ്രഹ്മണ്യസ്വാമിയും. ചാത്തപുരം പ്രസന്ന മഹാഗണപതി മൂഷിക വാഹനത്തിലും പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ശേഷശയന അലങ്കാരത്തോടെയും പുതിയ കൽപ്പാത്തി ഗ്രാമത്തിലെത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെ ഇരുവശത്തുമായി നിലയുറപ്പിച്ചു. രാത്രി 11നും 12നും ഇടയ്ക്ക് മന്ദക്കര മഹാഗണപതി കൂടി എത്തിയതോടെ 5ാം തിരുനാൾ ദേവരഥ സംഗമമായി. ശിവപാർവതിയും സുബ്രഹ്മണ്യനും ലക്ഷ്മി നാരായണ പെരുമാളും കിഴക്കോട്ടും മന്ദക്കര മഹാഗണപതി പടിഞ്ഞാറേക്കും അഭിമുഖമായി നിലയുറപ്പിച്ചതോടെ ദേവരഥ സംഗമം പൂത്തുലഞ്ഞു. തുടർന്ന് പ്രസാദ വിതരണത്തിന് ശേഷം ദേവകൾ തിരിച്ചെഴുന്നള്ളി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSEB പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിളിന്റെ കീഴിലുള്ള പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് ഊർജ്ജം 2024 പ്രദർശനമേള ആരംഭിച്ചു. KSEB പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ TC ഗിരിജ ഉദ്ഘാടനം ചെയ്തു. 15 വരെയാണ് പ്രദർശനമേള. പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. KSEBയുടെ സേവനങ്ങളും സുരക്ഷയും മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ ഊർജ്ജം 2024 കൈപ്പുസ്തകം പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ TC ഗിരിജ പുതിയ കൽപ്പാത്തി ഗ്രാമജന സമൂഹം പ്രസിഡന്റ് KS കൃഷ്ണയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പാലക്കാട് സർക്കിൾ ചീഫ് സേഫ്റ്റി ഓഫീസർ ഷീബ ഇവാൻസ് മുഖ്യപ്രഭാഷണം നടത്തി. കൽപ്പാത്തി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V ശെൽവരാജ് ആമുഖ പ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ R ലേഖമോൾ ഊർജ്ജം 2024 കൈപ്പുസ്തക പ്രകാശന സന്ദേശം നൽകി. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി സുജിത് വർമ്മ, പുതിയ കൽപ്പാത്തി ഗ്രാമസമൂഹം ക്ഷേമസമിതി സെക്രട്ടറി KS കൃഷ്ണ, ഡിവിഷണൽ അക്കൗണ്ടന്റ് N വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. വാതിൽപ്പടി സേവനങ്ങൾ ലഭിക്കാൻ ചെയ്യേണ്ട മാർഗങ്ങൾ, സ്ഥാപനം നൽകുന്ന സേവനങ്ങൾ, വിവിധ സേവനങ്ങൾക്ക് ഈടാക്കുന്ന നിരക്കുകൾ, പുതുക്കിയ വൈദ്യുതി നിരക്ക്, സുരക്ഷാ ഉപകരണങ്ങൾ, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താം, മീറ്റർ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെ, വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ, സബ്സിഡിയോടെ സോളാർ കണക്ഷൻ ലഭിക്കാൻ അറിയേണ്ട വിവരങ്ങൾ, KSEB ഇലക്ട്രിക്കൽ വിതരണത്തിനായി ഉപയോഗിച്ചു വരുന്ന ഉപകരണങ്ങൾ അടക്കം വൈദ്യുത സുരക്ഷയും വൈദ്യുതി സേവനങ്ങളും, അനധികൃത വൈദ്യുത വേലികൾ ഉണ്ടാക്കുന്ന അപകട മാതൃകകൾ, ഊർജ്ജ സംരക്ഷണത്തിനുള്ള വിവിധ മാർഗങ്ങൾ എന്നിവ വിവരിച്ചുകൊണ്ടുള്ള പ്രദർശനമേള ഈ മാസം 15-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്നും 19,70,000 രൂപ പിടിച്ച സംഭവത്തിൽ കുളപ്പുള്ളി സ്വദേശിയുടെ വീട്ടിൽ പരിശോധന. കുളപ്പുള്ളി സ്വദേശി CC ജയന്റെ വീട്ടിലാണ് ആദായനികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ചെറുതുരുത്തിയിൽ പിടികൂടിയത് CPM-ന് വേണ്ടി ചെറുതുരുത്തിയിൽ എത്തിച്ച പണമെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ജനവിധിക്കായി ഒരുങ്ങി ചേലക്കര നിയോജക മണ്ഡലം. പോളിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശുഭപ്രതീക്ഷയിൽ മുന്നണികൾ. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങും. വോട്ടെണ്ണൽ 23-ന്. സീപ്ലെയിൻ വിഷയത്തിൽ CPM-ൽ 2 അഭിപ്രായമില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. LDF-ന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിനാണെന്നും UDF-ന്റേത് തൊഴിലാളി വിരുദ്ധ സീപ്ലെയിനാണെന്നും മന്ത്രി. സീപ്ലെയിൻ ഡാമിൽ ഇറക്കുന്നതിന് തൊഴിലാളി സംഘടനകൾ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും എതിർപ്പുള്ളത് കായലിൽ ഇറക്കുന്നതിനാണെന്നും വ്യക്തമാക്കി മുഹമ്മദ് റിയാസ്.
വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി വഖഫ് ബോർഡ്. വഖഫ് ബോർഡിന്റെ നിർദ്ദേശം മേഖലയിലെ 10 ഏക്കറോളം വരുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ. വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് BJP. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ സംസ്ഥാന സുന്നി മഹൽ ഫെഡറേഷന്റെയും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നവംബർ 14-ന് ഒറ്റപ്പാലത്ത് പ്രതിഷേധ ധർണ. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മഴവെള്ള സംഭരണിയിൽ അനിമൽ കീപ്പറായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കൈനൂർ സ്വദേശി 26 വയസ്സുള്ള അമൽരാജ്. ദേശീയപാതയിൽ തൃശൂർ എടമുട്ടത്ത് വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശിയായ യുവാവ് മരിച്ചു. മരിച്ചത് മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണ. മങ്കരയിൽ വാഹനാപകടത്തിൽ കോട്ടായി സ്വദേശിയായ കാൽനടയാത്രക്കാരൻ മരിച്ചു. കോട്ടായി ചെറുകുളം വീട്ടിൽ വേലായുധനാണ് മരിച്ചത്. വഖഫ് വിഷയത്തിലും SDPI PDP പിന്തുണയുടെ കാര്യത്തിലും UDF LDF കക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പാലക്കാട് നഗരത്തിന് ഗുണകരമായ പദ്ധതികൾ ലഭിച്ചത് മോദി സർക്കാരിന്റെ കാലത്ത്. പാലക്കാട് നഗരസഭയിൽ BJP നടപ്പിലാക്കിയ പദ്ധതികൾ വോട്ടായി മാറുമെന്നും C കൃഷ്ണകുമാർ. പട്ടാമ്പി നിളയോര പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. 2ാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപ ചെലവിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മുഹമ്മദ് മൂസിൻ MLA സ്ഥലം സന്ദർശിച്ച പ്രവൃത്തികൾ വിലയിരുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.